2026 ഓഗസ്റ്റ് 14 സിറാജ് എഡിറ്റോറിയൽ. കാർഷിക വൃത്തിക്ക് വെയിറ്റേജ് മാർക്ക്. കൃഷിയിൽ സജീവ പങ്കാളികളാകുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രത്യേക വെയിറ്റേജ് മാർക്ക് നൽകാനുള്ള സർക്കാർ തീരുമാനം അഭിനന്ദനാർഹമാണ്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനായി കാർഷിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്നായിരിക്കും ഖദിർ പദ്ധതി എന്ന പേരിൽ ഇത് നടപ്പാക്കുകയെന്ന് മന്ത്രി ടി സിദ്ദീഖ് വ്യക്തമാക്കി. തുടക്കത്തിൽ 500 സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതി ക്രമേണ മുഴുവൻ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കും. സ്കൂളുകളിൽ കാർഷിക ക്ലബ്ബുകൾ രൂപവൽക്കരിക്കുകയും കൃഷിയിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകുകയും ചെയ്യും. മനുഷ്യ ജീവിതത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും അടിത്തറയാണ് കൃഷി. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രഥമ സ്ഥാനം സേവന മേഖലയ്ക്കാണെങ്കിലും ഗ്രാമീണ ജീവിതത്തിലും സംസ്കാരത്തിലും കൃഷിക്ക് മുഖ്യ പങ്കുണ്ട്. ഞാറില്ലെങ്കിൽ ചോറില്ല എന്ന പഴഞ്ചൊല്ല് ഭക്ഷ്യ സുരക്ഷയിൽ കൃഷിയുടെ പങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഭക്ഷ്യ സുരക്ഷ, പോഷകാഹാരം, പരിസ്ഥിതി സന്തുലനം തുടങ്ങിയവയെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വിഷരഹിത ആഹാരവും പോഷകാഹാര ഭദ്രതയും കൈവരണമെങ്കിൽ ആഭ്യന്തര കാർഷിക ഉൽപ്പാദനം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ നഗരവൽക്കരണവും IT മേഖലയോടുള്ള താൽപ്പര്യവും കാരണം പുതിയ തലമുറ മണ്ണിൽ നിന്ന് ഏറെ അകന്നുപോയി. 1980കളിൽ കേരളത്തിലെ മൊത്തം തൊഴിലുകളിൽ 45% മുകളിലായിരുന്നു കാർഷിക മേഖലയുടെ പങ്കാളിത്തമെങ്കിൽ നിലവിൽ 15%-ലും താഴെയാണെന്ന് കേരള സർക്കാരിൻ്റെ പുതിയ സാമ്പത്തികാവലോകന റിപ്പോർട്ടിൽ പറയുന്നു. കൃഷിഭൂമിയുടെ അളവും കുത്തനെ ഇടിഞ്ഞു. 1970കളിൽ 8.75 ലക്ഷം ഹെക്ടറിലുണ്ടായിരുന്ന നെൽകൃഷി ഇപ്പോൾ 2 ലക്ഷം ഹെക്ടറിനു താഴെയായി ചുരുങ്ങി. പുതുതലമുറയുടെ കാർഷിക വൃത്തിയോടുള്ള അനാഭിമുഖ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ കണക്കുകൾ. ഭക്ഷ്യ വസ്തുക്കൾക്ക് സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫുകളെ ആശ്രയിക്കുന്ന ആധുനിക തലമുറ വിത്ത് പാകുന്നതു മുതൽ വിളവെടുക്കുന്നതുവരെയുള്ള അധ്വാനത്തിൻ്റെ മൂല്യമറിയാതെ പോകുന്നു. പരീക്ഷകളിൽ കൃഷിക്ക് പ്രത്യേക മാർക്ക് നൽകുന്നതിലൂടെ വിദ്യാർത്ഥികളിൽ കാർഷിക വൃത്തിയോട് ആഭിമുഖ്യം സൃഷ്ടിക്കാനായാൽ സംസ്ഥാനത്തെ കാർഷിക മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. കാർഷിക മേഖലയിലും കലാരംഗത്തും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന സംവിധാനം പതിറ്റാണ്ടുകളായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ട്. കായിക വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അതാവശ്യവുമാണ്. എന്നാൽ കായിക വിനോദങ്ങളും കലകളും നൽകുന്നതുപോലെ തന്നെ ശാരീരിക അധ്വാനം, ഏകാഗ്രത, ആസൂത്രണം, ടീം വർക്ക് തുടങ്ങിയവ ആവശ്യമായ മേഖലയാണ് കൃഷിയും. വിദ്യാർത്ഥി ലോകത്ത് ഇതിന് പ്രോത്സാഹനം നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കാർഷിക വൃത്തി അക്കാദമിക് ഭാവിക്ക് സഹായകമാകുമ്പോൾ കൃഷിയെ ഒരു താഴ്ന്ന ജോലിയായും സമയം കളയാനുള്ള ഏർപ്പാടായും കാണുന്ന പ്രവണതയ്ക്ക് മാറ്റം വരികയും അത് സമൂഹത്തിൻ്റെയും നാടിൻ്റെയും നല്ല ഭാവിക്ക് കരുത്താകുകയും ചെയ്യും. ഖദിർ പദ്ധതിയുടെ ലക്ഷ്യം മികച്ചതെങ്കിലും മുമ്പ് മറ്റു പല പദ്ധതികൾക്കും സംഭവിച്ചതുപോലെ ആരംഭ ശൂരത്വത്തിൽ അവസാനിക്കരുത്. പ്രഖ്യാപനത്തിലും ഉദ്ഘാടന ചടങ്ങിലും ഒതുങ്ങിപ്പോകാതെ പദ്ധതി ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ശ്രദ്ധാപൂർവവും സൂക്ഷ്മതയോടെയും നടപ്പാക്കേണ്ടതാണ് വെയിറ്റേജ് മാർക്ക്. കുട്ടി താൽപര്യപൂർവമാണോ കൃഷിയിൽ വ്യാപൃതനാകുന്നത്, അതോ മാർക്കിനു വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. പ്രായോഗിക പരിശീലനത്തിലൂടെ ലഭിച്ച കാർഷിക അറിവുകളുടെ പ്രയോഗവൽക്കരണം എത്രത്തോളമെന്ന് വിലയിരുത്താൻ സുതാര്യ മാനദണ്ഡങ്ങൾ വേണം. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന മട്ടിൽ തൂമ്പ കയ്യിലേന്തിയവർക്കെല്ലാം വെയിറ്റേജ് മാർക്ക് നൽകുന്ന സ്ഥിതി വന്നാൽ പദ്ധതി ലക്ഷ്യം കാണാതെ പോകും. അധ്വാനത്തിൻ്റെ വിഹിതവും പങ്കാളിത്തവും കൃത്യമായി തിട്ടപ്പെടുത്തിയ ശേഷമായിരിക്കണം മാർക്ക് നൽകേണ്ടത്. കാർഷിക വൃത്തിക്കുള്ള മാർക്ക് കൃഷിയോടുള്ള പ്രതിബദ്ധതയുടെയും ആദരവിൻ്റെയും പ്രതിഫലനമാകണം. വിത്ത് വിതയ്ക്കാനുള്ളത് മാത്രമാകരുത് കാർഷിക പഠനം. മണ്ണിൻ്റെയും ഭക്ഷണത്തിൻ്റെയും വിലയും കർഷക അധ്വാനത്തിൻ്റെ മൂല്യവും തിരിച്ചറിയാൻ ഇത് സഹായകമാകണം. ഖദിർ പദ്ധതി വിജയിച്ചാൽ അതിൻ്റെ നേട്ടം കാർഷിക വകുപ്പിന് മാത്രമല്ല, കേരളത്തിൻ്റെ ഭാവിക്ക് കൂടിയാണ്. യഥാവിധി നടപ്പാക്കാനായാൽ പഴഞ്ചൻ തൊഴിൽ എന്ന സമീപനത്തിൽ നിന്ന് മാറി ഭക്ഷ്യസുരക്ഷ, സംരംഭകത്വം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അനിവാര്യവും സുപ്രധാനവുമായ തൊഴിൽ മേഖലയാണ് കൃഷിയെന്ന് കുട്ടികൾക്ക് തിരിച്ചറിയാൻ സഹായകമാകും.
അതുവഴി കൃഷിയിൽ നിന്ന് അകന്നുപോകുന്ന തലമുറയെ മേഖലയുമായി അടുപ്പിക്കാനാകും. സ്കൂളുകളിലെ പ്രോത്സാഹനം മാത്രം പോരാ, രക്ഷിതാക്കൾക്കും വലിയ പങ്കുണ്ട് പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിപ്പിക്കുന്നതിൽ. സ്കൂളുകളിൽ നിന്ന് കൃഷിപ്പണി പഠിച്ച കുട്ടിക്ക് വീട്ടിൽ അതിനവസരം ലഭിക്കാതെ വന്നാൽ പദ്ധതി താളം തെറ്റും. വീടുകളിലും ചെറിയ കൃഷിയിടങ്ങൾ ഒരുക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കി കൊടുക്കുകയും വേണം. വീടിനോടനുബന്ധിച്ച് സ്ഥലം കുറഞ്ഞ കുടുംബങ്ങൾക്ക് ടെറസ് കൃഷി, കണ്ടെയ്നർ കൃഷി, ഗ്രോ ബാഗ് തുടങ്ങിയ മാർഗങ്ങൾ പരിചയപ്പെടുത്താവുന്നതാണ്. സ്കൂളുകളിൽ നിന്ന് തുടങ്ങുന്ന കൃഷി വീട്ടിലേക്കും സമൂഹത്തിലേക്കും വ്യാപിക്കട്ടെ.